എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പർ വളരെ എളുപ്പത്തിൽ പഠിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന വളരെ ലളിതമായി തയ്യാറാക്കിയിട്ടുള്ള PDF ഇപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം, ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് രണ്ടാമത്തെ യൂണിറ്റാണ്. എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. എഡ്യൂക്കേഷൻ ആൻഡ് കണ്ടംപററി ഇന്ത്യ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷൻ്റെ ഡെഫിനിഷൻസ്, അതേപോലെ എഡ്യൂക്കേഷൻ്റെ പ്രധാന കാര്യങ്ങൾ, അതേപോലെ എഡ്യൂക്കേഷൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒന്നാമത്തെ യൂണിറ്റിൻ്റെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോകൾ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. എഡ്യൂക്കേഷൻ ആൻഡ് കണ്ടംപററി ഇന്ത്യ. എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ അണ്ടർസ്റ്റാൻഡിങ്. വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഒരു സാമാന്യ ധാരണ നമ്മൾ ഈ ഭാഗത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥം, എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ. പോഷിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന എഡ്യൂക്കെയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വിദ്യാഭ്യാസം എന്ന വാക്ക് ഉത്ഭവിച്ചത്. എഡ്യൂക്കോ എന്ന വാക്കിൽ നിന്നാണ് വിദ്യാഭ്യാസം എന്ന വാക്ക് രൂപപ്പെടുത്തിയതെന്ന് ചിലർ വാദിക്കുന്നു. ലാറ്റിൻ ഭാഷയിൽ ഇ എന്നാൽ പുറത്തേക്ക്, ഡ്യൂക്കോ എന്നാൽ നയിക്കുക എന്നൊക്കെയാണ്. അതുകൊണ്ട് എഡിക്കോ എന്നാൽ അജ്ഞതയിൽ നിന്ന് പുറത്തേക്ക് നയിക്കുക എന്നാണ്. എഡ്യൂക്കേഷൻ എന്ന വാക്ക് എങ്ങനെയാണ് വന്നത് എന്നാണ് പറയുന്നത്. പോഷിപ്പിക്കുക എന്ന അർത്ഥമുള്ള എഡ്യൂക്കെയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വിദ്യാഭ്യാസം എന്ന വാക്ക് വരുന്നത്. എഡിക്കോ എന്ന വാക്കിൽ നിന്നാണ് വിദ്യാഭ്യാസം എന്ന വാക്ക് ഉണ്ടായതെന്ന് ചിലർ പറയുന്നുണ്ട്. ലാറ്റിൻ ഭാഷയെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഈ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ഡ്യൂക്കോ എന്ന് വെച്ചാൽ നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണ് എഡ്യൂക്കോ എന്ന് പറയുന്നൊരു പദം ഉണ്ടായത്. ഇതിൻ്റെ അർത്ഥം അജ്ഞതയിൽ നിന്ന് പുറത്തേക്ക് നയിക്കുക, അല്ലെങ്കിൽ അറിവില്ലായ്മയിൽ നിന്ന് പുറത്തേക്ക് നയിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അറിവില്ലായ്മ മാറി അറിവിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്നാൽ അറിവും അനുഭവവും നേടുന്നതിനോടൊപ്പം ഈ ലോകത്ത് ഒരു വ്യക്തിയെ സമ്പൂർണവും മൂല്യവത്തായതുമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന കഴിവുകൾ, ശീലങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയുടെ വികസനവും അർത്ഥമാക്കുന്നു. വാസ്തവത്തിൽ ജീവിതത്തിലെ വിവിധ അനുഭവങ്ങളിലൂടെ വ്യക്തിയെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിൽ അറിവും അനുഭവവും നേടുക മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ പഠിച്ച് കുറച്ച് അനുഭവങ്ങളൊക്കെ നേടി, ഇത് മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സമഗ്രമായ വികസനത്തിന് അവൻ്റെ ശീലങ്ങളും അവൻ്റെ മനോഭാവങ്ങളും അവൻ്റെ ചിന്തകളുമൊക്കെ മാറ്റിക്കൊണ്ട് ഒരു സമ്പൂർണ്ണമായ വികസനത്തിലേക്ക്, ഒരു മാറ്റത്തിലേക്കൊക്കെ ഒരു വ്യക്തിയെ നയിക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ മനസ്സിലാക്കേണ്ടത്. ഒരു സമ്പൂർണ്ണമായ മാറ്റം ഉണ്ടാക്കുന്ന അത്തരത്തിലാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ പറ്റി മനസ്സിലാക്കേണ്ടതെന്നാണ് പറയുന്നത്. വിദ്യാർത്ഥിയെ നയിക്കുക എന്നർത്ഥമുള്ള രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് പെഡഗോഗി എന്ന് പറയുന്ന വാക്ക്. ചിലപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തെ അർത്ഥമാക്കാൻ വേണ്ടി പെഡഗോഗി എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പഠന വിഷയങ്ങളെയൊക്കെ പെഡഗോഗി എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. വിദ്യ എന്ന ഇന്ത്യൻ പദം സംസ്കൃതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അതായത് അറിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. വിദ്യ എന്ന വാക്ക് നമ്മൾ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ അറിവ് എന്നൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യ നേടുക എന്നൊക്കെ പറയുന്ന ആ ഒരു പദം സംസ്കൃതത്തിൽ നിന്നിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അറിയുക, അറിവ് നേടുക എന്നൊക്കെയുള്ള അറിയുക എന്നുള്ളതാണ് ആ വിദ്യ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ മീനിങ്ങിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. വിദ്യാഭ്യാസം ഒരു ത്രികോണ പ്രക്രിയയാണ്. അധ്യാപകൻ്റെയും വിദ്യാർത്ഥിയുടെയും സാമൂഹിക ശക്തികളുടെയും വെളിച്ചത്തിൽ കുട്ടിയുടെ വ്യക്തിത്വത്തെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്ന പരസ്പര പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് മേഖലകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിൽ അധ്യാപകനും വിദ്യാർത്ഥിയും ഒരുമിച്ച് വിവിധ സാമൂഹിക ഘടകങ്ങളൊക്കെ ചേർന്ന് അതിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്
ഒരു കുട്ടിയുടെ വ്യക്തിത്വം, അവൻ്റെ സ്വഭാവം, അവൻ്റെ ഒരു ക്യാരക്ടർ, ഇതിനെ വളർത്തിയെടുക്കാൻ നമുക്കറിയാം. വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വ്യക്തിത്വ വികസനം തന്നെയാണ്. ഒരു വ്യക്തിയെ, ഒരു കുട്ടിയെ ഒരു മികച്ച പൗരനാക്കി മാറ്റുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന എയിമാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് വിദ്യാഭ്യാസത്തിൽ പരസ്പരം ഇവരെല്ലാം കൂടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ആ ഒരു ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, സവിശേഷതയാണ്. അടുത്തത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡെഫിനിഷൻസ് ടു എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനങ്ങൾ, അങ്ങനെയുള്ള നിർവചനങ്ങൾക്ക് ഒരു പ്രത്യേക തരംതിരിവുകൾ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തത് ദ സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ, സ്പിരിച്വൽ ആയിട്ടുള്ള ഘടകങ്ങളുടെ, ആത്മീയമായിട്ടുള്ള ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചിരിക്കുന്ന കുറച്ച് നിർവചനങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള കുറച്ച് നിർവചനങ്ങൾ ഈ രീതിയിൽ ആത്മീയമായിട്ടുള്ള ഘടകങ്ങളെ അടിസ്ഥാനമാക്കി പറയുന്നതിനാൽ ആ രീതിയിൽ തിരിച്ചിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് ഈ വിഭാഗത്തിൽപ്പെടുന്ന നിർവചനങ്ങൾ കരുതുന്നു. ഈ വിഭാഗത്തിലെ നിർവചനങ്ങൾ ദൈവത്തിൻ്റെ പ്രകടമാകുന്ന സമഗ്രതയുടെ ഒരു ഭാഗമാണ് ആത്മാവ് എന്ന് ചിന്തിക്കുന്നു. വിദ്യാഭ്യാസം വ്യക്തിയിലെ ദൈവികതയെ സാക്ഷാത്കരിക്കലാണ്. ഇത്തരത്തിലുള്ള നിർവചനം മനുഷ്യരുടെ സ്വയം തിരിച്ചറിവ്, രക്ഷ, പൂർണ്ണത എന്നിവയെയാണ് കേന്ദ്രീകരിക്കുന്നത്. മനുഷ്യനെ അവൻ സ്വയം തിരിച്ചറിയുന്നതാണ് വിദ്യാഭ്യാസം എന്ന രീതിയിൽ ആത്മീയമായിട്ട് ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ചിന്തിക്കുന്ന ഒരു തരം വിഭാഗത്തിലാണ് ഈ സ്പിരിച്വലായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള നിർവചനങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർ കരുതുന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു സമഗ്രതയുടെ ഭാഗമാണ്, ദൈവത്തിൻ്റെ ആ ഒരു പരിപൂർണമായിട്ടുള്ള അവസ്ഥയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ആത്മാവ്. അതുകൊണ്ട് തന്നെ ആ ആത്മാവിനെ അറിയുക, സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന നിർവചനങ്ങൾ ചിന്തിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം നിർവചനങ്ങളാണ് ഡെവലപ്മെൻ്റൽ ഓറിയൻറ്റേഷൻ. ചില ചിന്തകർ ഈ വിഭാഗത്തിലെ നിർവചനങ്ങളെ ജൈവിക നിർവചനങ്ങളായി കണക്കാക്കുന്നു. കാരണം ഇത് വ്യക്തിയുടെ ജൈവിക സാധ്യതകളെ വികസിപ്പിക്കുന്നു. യോജിപ്പുള്ള വികസനം, സമഗ്ര വികസനം മുതലായവയും ഈ വിഭാഗത്തിൽ വരാം. ഈ വിഭാഗത്തിൽപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന നിർവചനങ്ങളെ ജൈവിക നിർവചനങ്ങളായിട്ടാണ് കാണുന്നത്. അതായത് വ്യക്തിയുടെ ജൈവികമായിട്ടുള്ള സാധ്യതകളെ, അവൻ്റെ ഒരു വികസനത്തെ യോജിച്ചുകൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു വികസനത്തെയാണ് വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ രീതിയിലുള്ള നിർവചനങ്ങൾ, ഈ വിഭാഗത്തിൽ പെടുന്ന നിർവചനങ്ങൾ ചിന്തിക്കുന്നത്. അതിനാൽ തന്നെ ഈ രീതിയിലുള്ള ഈ വിഭാഗത്തിലുള്ള നിർവചനങ്ങളെ ജൈവിക നിർവചനങ്ങൾ എന്നുള്ള രീതിയിലാണ് മനുഷ്യൻ്റെ സമഗ്രമായിട്ടുള്ള ഒരു വികസനവും എല്ലാത്തിനെയും യോജിച്ചു നിന്നുകൊണ്ടുള്ള ഒരു പരിപൂർണമായിട്ടുള്ള വികസനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ പറഞ്ഞു വ്യക്തിത്വ വികസനമാണ് വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും മനുഷ്യനൊന്ന് വളരുക, വികസിക്കുക, ഇതാണ് വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ രീതിയിൽ പെടുന്ന, ഈ വിഭാഗത്തിൽ പെടുന്ന നിർവചനങ്ങൾ പറയുന്നത്. മൂന്നാമത്തെ തരം നിർവചനങ്ങൾ ദ സോഷ്യൽ ഓറിയൻറ്റേഷൻ എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അതായത് സാമൂഹികവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഈ രീതിയിലുള്ള നിർവചനങ്ങളെ പറയുന്നത്. സാമൂഹികവൽക്കരണ പ്രക്രിയ അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള നിർവചനങ്ങളാണ് ഇവ. ചില ചിന്തകർ പരിസ്ഥിതി നിർവചനങ്ങൾ എന്ന തലക്കെട്ടിന് കീഴിൽ ഈ വിഭാഗത്തിലെ നിർവചനങ്ങളെ പരിഗണിക്കുന്നു. സാമൂഹ്യപരമായിട്ട് സാമൂഹ്യവൽക്കരണ പ്രക്രിയ, എല്ലാവരും സമൂഹത്തിലാണ് ജീവിക്കുന്നത്, നമ്മളൊക്കെ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യവൽക്കരണം നടന്നാൽ മാത്രമേ ഒരു നല്ല വ്യക്തിയായിട്ട് മാറാൻ എല്ലാവർക്കും പറ്റൂ. ഇതിനെ സഹായിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. ഈ രീതിയിൽ ചിന്തിക്കുകയാണ് ഈ വിഭാഗത്തിൻ്റെ സോഷ്യലുമായി ബന്ധപ്പെട്ട്, സാമൂഹികവുമായി ബന്ധപ്പെട്ട്, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന തരത്തിലുള്ള നിർവചനങ്ങളാണ് ഈ വിഭാഗത്തിൻ്റെ കീഴിൽ വരുന്നത്. ഇവ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒന്നിച്ച് പൊരുത്തപ്പെട്ട് വേണമല്ലോ ജീവിക്കാൻ. അപ്പോൾ ഈ പൊരുത്തപ്പെടാനുള്ള കഴിവ്, സാമൂഹ്യവൽക്കരണ പ്രക്രിയ, കൂടിച്ചേർന്ന് ഒന്നിച്ചു നിൽക്കാനുള്ള ആ ഒരു കഴിവ്, ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുകയാണ് ഈ സോഷ്യൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന നിർവചനങ്ങൾ ചെയ്യുന്നത്. ചില ചിന്തകരാവട്ടെ ഈ നിർവചനങ്ങളെ പരിസ്ഥിതി നിർവചനങ്ങൾ എന്ന രീതിയിൽ കൂടി, എന്നൊരു തലക്കെട്ടിൽ കൂടി പരിസ്ഥിതിയുമായിട്ടും
സമൂഹവുമായിട്ടും അന്തരീക്ഷവുമായിട്ടും ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ, സാമൂഹിക ഘടന ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിർവചനങ്ങളായതുകൊണ്ട് തന്നെ ഈ നിർവചനങ്ങളെ പരിസ്ഥിതി നിർവചനങ്ങൾ എന്ന് പേരിൽ കൂടി കാണുന്ന ചിന്തകരുണ്ട്. അങ്ങനെയും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ തരത്തിലുള്ള സോഷ്യൽ ഓറിയൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള നിർവചനങ്ങൾ എങ്ങനെ കൂടി അറിയപ്പെടുന്നുണ്ട്. അടുത്ത തരം നിർവചനങ്ങളാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻസ്. ഈ നിർവചനങ്ങൾ ഒരു പ്രത്യേക സമൂഹത്തിനോ സംസ്കാരത്തിനോ ആവശ്യമായ വ്യക്തികളുടെ കഴിവുകളെയും അറിവിനെയും കേന്ദ്രീകരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു വിദൂര പ്രദേശത്ത് താമസിക്കുന്ന ഒരു ഗോത്ര സമൂഹത്തിന് വേട്ടയാടൽ, ബോട്ടിംഗ് മുതലായവയ്ക്കുള്ള കഴിവ് ഒരു പ്രത്യേക കഴിവുകളായി കണക്കാക്കാം. ആ പ്രത്യേക സമൂഹത്തിന് ആവശ്യമായ അറിവ് വിദ്യാഭ്യാസമായി കണക്കാക്കാം. പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന, ആ രീതിയിൽ ചിന്തിക്കുന്ന ഓപ്പറേഷണലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന തരത്തിലുള്ള നിർവചനങ്ങളാണ് ഈ രീതിയിൽ പറയപ്പെടുന്നത്. എല്ലാ സംസ്കാരങ്ങൾക്കും സമൂഹങ്ങൾക്കും അവരുടേതായ പ്രത്യേക തരം തൊഴിലുകളും പ്രവൃത്തികളും കഴിവുകളും ഉണ്ടാവും. അപ്പോൾ അതാണ് ഒരു സമൂഹത്തെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമാക്കുമ്പോൾ ഗോത്ര സമൂഹത്തിന്, ചില വിദൂര പ്രദേശത്ത് താമസിക്കുന്ന ഒരു ഗോത്ര സമൂഹത്തിന് വേട്ടയാടലും ബോട്ടിങ്ങും ഒക്കെ കഴിവാണെന്ന് വിചാരിക്കുക. അവരുടെ പ്രധാനപ്പെട്ട തൊഴിലുകളും പ്രവർത്തനങ്ങളും ഒക്കെ വേട്ടയാടലും അതേപോലെ ബോട്ടിങ്ങും ഒക്കെ ആണെങ്കിൽ അതാണ് അവരുടെ പ്രത്യേക കഴിവുകൾ. ഈ പ്രത്യേക കഴിവ് അവർക്ക് ആവശ്യമാണ്, ആ സമൂഹത്തിന് ആവശ്യമാണ്. ആ സമൂഹത്തിന് ആ കഴിവാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവും ആ കഴിവുമായിട്ട് ആ കഴിവിനെ വളർത്തുന്ന രീതിയിലായിരിക്കണം. ഈ രീതിയിലാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ മനസ്സിലാക്കേണ്ടത്. ഓരോ സമൂഹത്തിനും അവരവരുടേതായ പ്രത്യേക ആവശ്യങ്ങളും പ്രത്യേക കഴിവുകളും ആവശ്യമുണ്ട്. ഇതിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാവണം വിദ്യാഭ്യാസം മുന്നോട്ട് പോകേണ്ടത്. ഈ രീതിയിലാണ് ഈ വിഭാഗത്തിൽ പെടുന്ന ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് പ്രവൃത്തികളെ, കഴിവുകളെ, തൊഴിലുകളെ, ഈ രീതിയിലുള്ള കാര്യങ്ങളെ, സമൂഹത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് ഈ രീതിയിലുള്ള കഴിവുകൾ ആവശ്യമായി വന്നേക്കാം. ഈ കഴിവ് നേടുന്നതിനാവശ്യമുള്ള അറിവാണ് ഇവിടെ വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെഫിനിഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ കുറച്ച് നിർവചനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനങ്ങളെ വിവിധ വിഭാഗങ്ങളായിട്ട് പരിഗണിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കിനി കുറച്ച് ഡെഫിനിഷൻസ് കൂടി നോക്കാം. സ്വാമി വിവേകാനന്ദൻ എന്താണ് പറയുന്നത്? സ്വാമി വിവേകാനന്ദൻ കരുതുന്നത് വിദ്യാഭ്യാസം എന്നത് മനുഷ്യനിൽ സ്വാഭാവികമായി തന്നെ നിലനിൽക്കുന്ന ദൈവികമായ പൂർണ്ണതയുടെ പ്രകടനമാണ് എന്നാണ്. സ്വാമി വിവേകാനന്ദൻ പറയാണ്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ സ്വാഭാവികമായി തന്നെ, മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അവന് ഒരു പൂർണ്ണത അവൻ്റെ ഉള്ളിലുണ്ട്. ദൈവികമായിട്ട് ഒരു പൂർണ്ണത എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു പൂർണ്ണതയുണ്ട്. എല്ലാവരും പരിപൂർണരാണ്, അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും, നമ്മളെല്ലാവരും തന്നെ പൂർണ്ണരാണ്. എന്തൊക്കെ കുറവുകൾ നമുക്കുണ്ടെന്ന് തോന്നിയാലും എല്ലാവരും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പരിപൂർണമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു ഘടകമുള്ള പരിപൂർണരാണ് എല്ലാവരും. അതിനാൽ തന്നെ വിദ്യാഭ്യാസം ഇവിടെ ഈ പരിപൂർണരായിട്ടുള്ള ആ പരിപൂർണത, ഉള്ളിലുള്ള ആ ഒരു പൂർണ്ണതയെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് വിവേകാനന്ദൻ, നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. മനുഷ്യനിൽ സ്വതവേ തന്നെയുള്ള, സ്വാഭാവികമായി തന്നെയുള്ള നിലനിൽക്കുന്ന ദൈവികമായിട്ടുള്ള പരിപൂർണത, ഇതിനെ ഒന്ന് പ്രകടിപ്പിക്കുക, അതിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരിക, അതിലൂടെ മനുഷ്യൻ്റെ ആ പൂർണ്ണതയെ അവന് അനുഭവിക്കാൻ കഴിയുക. ഈ രീതിയിലാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം നമ്മുടെ ചിന്തകളെ മാറ്റുന്നു, സ്വഭാവങ്ങളെ മാറ്റുന്നു, ശൈലികളെ മാറ്റുന്നു, ശീലങ്ങളെ മാറ്റുന്നു. അങ്ങനെ അറിവ് നേടുന്നതിലൂടെ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു പൂർണ്ണത ആദ്യമേ തന്നെയുണ്ട്. ഈ പൂർണ്ണതയെ ഒന്നുകൂടി ഒന്ന് പ്രകടമാക്കുകയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത് എന്ന ഒരു ഡെഫിനിഷനാണ് ശ്രീ വിവേകാനന്ദൻ പറയുന്നത്. രണ്ടാമതായി ഗാന്ധിജി, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നിർവചനമാണ്. ഗാന്ധിജിക്കത് കുട്ടിയുടെയും മനുഷ്യൻ്റെയും ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയിലെ ഏറ്റവും മികച്ചത് പുറത്തെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിവേകാനന്ദൻ പറഞ്ഞു, മനുഷ്യനിൽ പൊതുവെ നിലനിൽക്കുന്ന ഒരു ദൈവികമായ പൂർണ്ണതയുടെ പ്രകടനമാണ് വിദ്യാഭ്യാസം എന്നാണ്. ഗാന്ധിജി പറയുന്നത് കുട്ടിയുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ
ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയിലെ ഏറ്റവും മികച്ചത്, ഏറ്റവും നല്ല വേർഷൻ, നമുക്കറിയാം, നമ്മുടെ ഏറ്റവും മികച്ചതിനെ, നമ്മുടെ ഉള്ളിലെ ഏറ്റവും നല്ലതിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്. അവന് ഒരു കുട്ടിക്ക് ആവശ്യമായ കഴിവുകളും ധാരണകളും നല്ല മൂല്യബോധങ്ങളും നല്ല ശീലങ്ങളും നല്ല അറിവുകളും ഒക്കെ നൽകുന്നതിലൂടെ വിദ്യാഭ്യാസം അവൻ്റെ ഉള്ളിലെ ഏറ്റവും നല്ല ചിന്തകളെയും അവൻ്റെ ഉള്ളിലെ നല്ല കഴിവുകളെയും പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ കാണുന്നത് എന്ന് നോക്കാം. അരിസ്റ്റോട്ടിലിൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അരിസ്റ്റോട്ടിൽ പറയുകയാണ്, വിദ്യാഭ്യാസം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ഒരു മനസ്സുകൂടി ആരോഗ്യമുള്ളതാക്കുകയാണ്. മനസ്സിൻ്റെ കൂടി ഒരു ആരോഗ്യമുള്ളതാക്കി മാറ്റലാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്. ആ രീതിയിൽ ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും ഒന്നിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന ഒരു നിർവചനമാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. മനസ്സിൻ്റെ ആരോഗ്യം, മനസ്സിലുള്ള നല്ല ചിന്തകൾ, നല്ല മൂല്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ, നല്ല അറിവുകൾ, അങ്ങനെയുള്ള നല്ലൊരവസ്ഥയിലേക്ക്, ആരോഗ്യകരമായിട്ടുള്ള നല്ലൊരവസ്ഥയിലേക്ക് മനസ്സിനെ എത്തിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് അരിസ്റ്റോട്ടിൽ വിദ്യാഭ്യാസത്തെ കാണുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സിൻ്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം എന്ന അഭിപ്രായം അരിസ്റ്റോട്ടിൽ പറയുന്നു. പെസ്റ്റലോസിയുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. പെസ്റ്റലോസി പറയുന്നു, വിദ്യാഭ്യാസം എന്നത് മനുഷ്യൻ്റെ സഹജമായ ശക്തികളുടെ സ്വാഭാവികവും യോജിപ്പുള്ളതും പുരോഗമനപരവുമായ വികാസമാണ്. പെസ്റ്റലോസിയുടെ അഭിപ്രായമാണ്, വിദ്യാഭ്യാസം മനുഷ്യൻ്റെ സഹജമായ ശക്തികളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള യോജിച്ചുകൊണ്ടുള്ള വികസനം, അതായത് ഒരു മുന്നോട്ട് വരൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ള, ഒരു മാറ്റം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ രീതിയിലുള്ള ഒരു വികാസമാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഹജമായിട്ടുള്ള മനുഷ്യൻ്റെ ശക്തികൾ, അവനിൽ തന്നെയുള്ള അവൻ്റെ ശക്തികളെ അവനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ യോജിച്ച രീതിയിൽ പുരോഗമനപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക്, വളർച്ചയിലേക്ക്, വികസനത്തിലേക്ക് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരികയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത് എന്ന രീതിയിലാണ് ഇവിടെ ഈ നിർവചനം, പെസ്റ്റലോസിയുടെ നിർവചനം അഭിപ്രായപ്പെടുന്നത്. അടുത്ത ഭാഗമാണ് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനത്തെ പറ്റി പറഞ്ഞു, നിർവചനങ്ങളെ വിവിധ തരങ്ങളിലായിട്ട് തിരിച്ചതിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസ്. വിദ്യാഭ്യാസത്തിന് എന്തൊക്കെ ധർമ്മങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയിൽ, അതുമല്ലെങ്കിൽ എന്തൊക്കെയാണ് വിദ്യാഭ്യാസത്തിന് ലോകത്ത് ചെയ്യാൻ സാധിക്കുക, ഏത് രീതിയിലാണ് വിദ്യാഭ്യാസത്തിന് അതിൻ്റെ ധർമ്മം നിർവഹിക്കേണ്ടത്, എന്തൊക്കെയാണ് വിദ്യാഭ്യാസം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഒന്നാമത്തെ ധർമ്മം, വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് സ്വാഭാവിക കഴിവുകളുടെ വികസനം. സ്വാഭാവികമായിട്ടുള്ള കഴിവുകളുടെ വികസനമാണ്. അതായത് ഒരു വ്യക്തിക്ക് അവൻ്റെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു സഹായം എഡ്യൂക്കേഷൻ നൽകുന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നൽകുന്നു. അവനിൽ തന്നെ ഉള്ള, ഇപ്പോൾ ശ്രീ വിവേകാനന്ദൻ പറഞ്ഞു, ഒരു മനുഷ്യൻ പരിപൂർണനാണ്. അങ്ങനെ പരിപൂർണനായതുകൊണ്ട് തന്നെ ആ ഒരു പരിപൂർണതയെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള കഴിവുകളെ പുറത്തേക്കെടുത്ത് അതിനെ വികസിപ്പിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വാഭാവിക കഴിവുകളുടെ വികസനം കൂടി ഉദ്ദേശിക്കുന്നതാണ് വിദ്യാഭ്യാസം. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിലൂടെ ഒരാൾ നേടിയെടുക്കേണ്ടത് അവൻ്റെ കഴിവുകളെ വികസിപ്പിക്കലാണ്. ഈ രീതിയിലൊരു ധർമ്മം വിദ്യാഭ്യാസത്തിനുണ്ട്. എല്ലാവരുടെയും കഴിവുകളെ വളർത്തിക്കൊണ്ടുവരിക, കഴിവുകളെ വികസിപ്പിച്ച് ഉന്നതിയിലേക്കും വളർച്ചയിലേക്കും കൊണ്ടുവരിക എന്നുള്ള ഒരു ധർമ്മം വിദ്യാഭ്യാസത്തിനുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ രണ്ടാമത്തെ ധർമ്മം വ്യക്തിത്വ വികാസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യക്തിയെ വികസിപ്പിക്കൽ, അവൻ്റെ ഉള്ളിലെ മൂല്യങ്ങളെയൊക്കെ വികസിപ്പിച്ച് കൊണ്ടുവന്ന് അവനൊരു നല്ല വ്യക്തിയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ് വ്യക്തിത്വ വികസനം. വ്യക്തിത്വം വികസിപ്പിക്കുക, നല്ല മൂല്യങ്ങൾ ഉള്ള, നല്ല ചിന്തകളുള്ള, നല്ല സ്വഭാവ ശൈലി പിന്തുടരുന്ന, നന്മ മനസ്സിലുള്ള ആ രീതിയിൽ ഒരു വ്യക്തിയെ വികസനത്തിലേക്ക്,
മാറ്റത്തിലേക്ക് ഒക്കെ വളർത്താൻ വേണ്ടി വിദ്യാഭ്യാസത്തിന് കഴിയും. വിദ്യാഭ്യാസത്തിലൂടെ സ്വഭാവ രീതി, പെരുമാറ്റം, സംസാരം, ഈ രീതിയിലുള്ള എല്ലാ ഘടകങ്ങളെയും, മൊത്തത്തിലുള്ള ഘടകങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കേണ്ടത്. ഇപ്പോൾ ബി എഡിനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ബി എഡിൽ പ്രധാനമായിട്ട് ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടിയുടെ വ്യക്തിത്വം വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു വ്യക്തിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നു. അത് നടക്കുന്നത് എങ്ങനെയാണ്, ഇരിക്കുന്നത് എങ്ങനെയാണ്, സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. വിദ്യാഭ്യാസം വെറുതെ കുറേ അറിവ് നേടുക എന്നത് മാത്രമല്ല, ആ അറിവ് നേടിയതിലൂടെ ഒരു സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാനും പ്രവർത്തിക്കാനും ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുക അല്ലെങ്കിൽ പ്രാപ്തയാക്കുക എന്നുള്ളൊരു ഘടകം അല്ലെങ്കിൽ ഒരു ധർമ്മം വിദ്യാഭ്യാസത്തിന് ഉണ്ട്. മൂന്നാമത്തെ ധർമ്മമാണ് സ്വഭാവ വികാസം. സ്വഭാവം, നല്ല സ്വഭാവങ്ങളിലേക്ക്, നല്ല സ്വഭാവത്തിലേക്ക് ഒരു വ്യക്തിയെ, ഒരാളെ, ഒരു വിദ്യാർത്ഥിയെ വളർത്തിയെടുക്കുക, മാറ്റിയെടുക്കുക എന്നുള്ളത്, നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കുന്നതിലേക്ക് ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കൂടി വിദ്യാഭ്യാസം സംഭാവന ചെയ്യുന്നു. ഇതും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന ധർമ്മമാണ്. നല്ല സ്വഭാവമുള്ളവരാക്കി എല്ലാവരെയും മാറ്റുക, സമൂഹത്തെ ഒരു നല്ല സ്വഭാവ ശൈലി പിന്തുടരുന്നതിലേക്ക് എത്തിക്കുക, അതിലൂടെ ഒരു വളർച്ചയും വികസനവും ഉണ്ടാക്കുക എന്നുള്ള ഒരു ധർമ്മം വിദ്യാഭ്യാസത്തിൻ്റെതായിട്ടുണ്ട്. നാലാമത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മം മുതിർന്നവരാകാൻ തയ്യാറാക്കുക. കുട്ടികൾ വിദ്യാഭ്യാസം നടത്തുമ്പോൾ അവർ വലുതാവുമ്പോൾ, അവർ ഒരു മുതിർന്ന ഒരാളായി മാറുമ്പോൾ അവർ എങ്ങനെയാണ് അവർ ജീവിക്കേണ്ടത്, എന്തൊക്കെ മൂല്യബോധങ്ങളാണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ ഒരു സമൂഹത്തിൽ അവർ ജീവിക്കേണ്ടത്, ഇതിനെപ്പറ്റി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇവർക്ക് പറ്റുന്നു. ഇതിലൂടെ, ഈ വിദ്യാഭ്യാസത്തിലൂടെ ആളുകൾക്ക് പറ്റുന്നു. മുതിർന്ന ആളുകളാകുമ്പോൾ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള ഒരു അറിവിലേക്ക്, ഒരു മൂല്യബോധത്തിലേക്ക്, മുതിർന്നവരായിട്ടുള്ള ഒരു ജീവിതശൈലി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ, ഒരു നല്ല പൗരനായിട്ട്, നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ് വിദ്യാഭ്യാസം കൊടുക്കുന്നു. അത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. അഞ്ചാമത്തെ ധർമ്മം അടിസ്ഥാന സഹജാവബോധങ്ങളുടെ സംയോജനവും സപ്ലിമേഷനും എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ടുള്ള സഹജാവബോധങ്ങൾ, അത്തരത്തിലുള്ള അവബോധങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ധർമ്മം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. വിദ്യാഭ്യാസം ഒരു വ്യക്തിയെ ഉന്നതമായിട്ടുള്ള ചിന്തകളിലേക്കും ഉന്നതമായിട്ടുള്ള സവിശേഷതകളിലേക്കും അതേപോലെ ഉയർന്ന കാഴ്ചപ്പാടുകളിലേക്കും എത്തിക്കണം. അങ്ങനെ എത്തിക്കുമ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മം പൂർത്തിയായി എന്ന് പറയാൻ കഴിയും. ആറാമത്തെ ധർമ്മം പൗരത്വത്തിൻ്റെ കടമകളെ പറ്റിയുള്ള ബോധ്യം. ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പൗരൻ എന്ന രീതിയിൽ എന്തൊക്കെ കടമകളാണ്, നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന കടമകളുണ്ട്, അവകാശങ്ങളുള്ളതുപോലെ തന്നെ ഓരോ പൗരനും ചെയ്തിരിക്കേണ്ട കടമകളുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കടമകളുണ്ട്. ഈ കടമകളെ പറ്റി എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പൗരൻ എന്ന രീതിയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്തുടരേണ്ടത്, എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കടമകളെ പറ്റിയൊക്കെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഈ മേഖലകളൊക്കെ കടന്നു വരുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസം സമഗ്രമായ ഒന്നായതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് എൻ്റെ കടമകൾ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, രാജ്യത്തിന് വേണ്ടി ഞാൻ എങ്ങനെയാണ് നിൽക്കേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്, ഈ രീതിയിലുള്ള കടമകളെ പറ്റിയുള്ള ബോധ്യം ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാഭ്യാസം സഹായിക്കുന്നു. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമായിട്ട് കാണാൻ പറ്റും. സാമൂഹ്യീകരണത്തിൻ്റെ വികസനം. മനുഷ്യൻ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുമായി ഒന്നിച്ച് സാമൂഹ്യവൽക്കരണത്തിന് വിധേയമായി ഒരുമിച്ച് നിൽക്കേണ്ടതാണ് നമ്മളെല്ലാവരും. ഈ രീതിയിലുള്ള കൂട്ടായ്മ, ഒരു സമൂഹം എന്നുള്ളൊരു ബോധത്തിലേക്ക്, സാമൂഹ്യവൽക്കരണത്തിലേക്ക്, ഒന്നിച്ചുള്ള സമൂഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ, പെരുമാറുന്നതിൻ്റെ ആ ഒരു രീതിയിലേക്ക് വിദ്യാഭ്യാസം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത്, ആ രീതിയിലുള്ള വികസനം കൂടി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. സമൂഹത്തിൽ പെരുമാറുന്നതിനെ പറ്റി, സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി നിൽക്കുന്നതിനെ പറ്റി, ആ രീതിയിലുള്ള ഒരു ഒരുമിച്ച് നിൽക്കലിന് ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുക അല്ലെങ്കിൽ കഴിവുള്ളവളോ ആക്കി തീർക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മം തന്നെയാണ്. എട്ടാമത്തെ ധർമ്മം
സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും സംരക്ഷണവും വർധനവും. നമുക്കൊരു സംസ്കാരമുണ്ട്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട്. ഈ സംസ്കാരങ്ങളും അതേപോലെ പുതിയ തരം നാഗരികതയും എല്ലാം സംരക്ഷിച്ചും വർദ്ധിപ്പിച്ചും മുന്നോട്ട് പോയാൽ മാത്രമേ ശരിയായിട്ടുള്ള വികസനം നമുക്ക് ലഭിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ സംസ്കാരവും ആധുനികതയും നാഗരികതയും എല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് ഉള്ള ഒരു മുന്നോട്ട് പോക്ക്, ഇതിന് വിദ്യാഭ്യാസം സഹായിക്കണം. അല്ലെങ്കിൽ ഇത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. ഇവയൊക്കെ സംരക്ഷിക്കുക, ഇതിനെ പറ്റിയുള്ള അറിവുകൾ നൽകുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. 9ാമത്തെ ധർമ്മം സാമൂഹിക ക്ഷേമത്തിലേക്കുള്ള സംയോജനം എന്നുള്ളതാണ്. എല്ലാവർക്കും സാമൂഹികപരമായിട്ട് എല്ലാ ആളുകൾക്കും എല്ലാ വ്യക്തികൾക്കും നല്ല രീതിയിൽ ക്ഷേമവും ഐശ്വര്യവും അനുഭവിക്കാൻ കഴിയണം. 10 ദേശീയ വികസനം. ഒരു ദേശീയ ബോധം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഒരു മൊത്തത്തിലുള്ള ദേശീയപരമായിട്ടുള്ള ഒരു വികസനം വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നു. ഈ രീതിയിൽ എല്ലാത്തിൻ്റെയും ഒരു വികസനം, ദേശീയമായിട്ടുള്ള രാജ്യത്തിൻ്റേതായിട്ടുള്ള ഒരു വികസനം, എല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് ഒരു പുതിയ രീതിയിലേക്ക് വളരുന്നതിന് വേണ്ടി, വികസിക്കുന്നതിന് വേണ്ടി ആ രീതിയിൽ കൂടി വിദ്യാഭ്യാസം രാജ്യത്തെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. ഒഴിവ് സമയത്തിൻ്റെ ശരിയായ ഉപയോഗം. ഒഴിവ് സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിലൂടെ കൂടുതൽ നല്ല രീതിയിലേക്ക് വളരാനും മാറാനും പുതിയ തരം കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും ആ രീതിയിൽ കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയത്തെ ശരിയായി ഉപയോഗിക്കപ്പെടുത്തൽ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമയം വെറുതെ പാഴാക്കുന്നതിൽ ഒരർത്ഥമില്ല. മറ്റ് സംസ്കാരങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കൽ. ഒരാളുടെ സംസ്കാരം മാത്രമാണ് ശരി, അത് മാത്രമാണ് നല്ലത് എന്നല്ലാതെ മറ്റ് സംസ്കാരങ്ങളെ പറ്റിയുള്ള അറിവും അവയെ പറ്റിയുള്ള ഒരു ബോധ്യവും കൂടി എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാ സംസ്കാരങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ഈ രീതിയിൽ സംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒന്നിപ്പിച്ച് നിർത്തൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. 13ാമത്തെ ധർമ്മം വൈകാരിക ഐക്യം വളർത്തലാണ്. എല്ലാവരും തമ്മിൽ വികാരപരമായിട്ടുള്ള ഒരു സ്നേഹവും സാഹോദര്യ ബന്ധവും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകണം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എല്ലാവരുടെയും വികസനത്തിന് ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. വൈകാരികപരമായിട്ടുള്ള ഒരു ബന്ധം, എല്ലാവരും തമ്മിലുള്ള ഒരു യോജിപ്പ്, ഒരു തരം നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ചിന്ത, ഇത് വളർത്തിയെടുക്കേണ്ടത് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ധർമ്മമാണ്. എല്ലാ വ്യത്യസ്ത വിഭാഗങ്ങളും മതങ്ങളും ഭാഷകളും എല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ചിന്ത, വൈകാരികപരമായിട്ടുള്ള ഒരു യോജിപ്പ് വളർത്തിയെടുക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. 14ാമത്തെ ധർമ്മം അന്താരാഷ്ട്ര ധാരണ വികസിപ്പിക്കലാണ്. അപ്പോൾ ഒരുപാട് രാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇടയിൽ ഒരു സമത്വവും എല്ലാവർക്കും ഇടയിൽ ഒരു പരസ്പര സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്, ഒരു മനസ്സിലാക്കൽ, ഇതെല്ലാം കൂടെ നിർത്തിക്കൊണ്ട് അന്താരാഷ്ട്രപരമായിട്ടുള്ള ഒരു ധാരണ ആ രീതിയിൽ കൂടി വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസം സഹായിക്കുന്നു. അല്ലെങ്കിൽ ഇതും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ധർമ്മമാണ്. ഇതെല്ലാമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനങ്ങളെ വ്യത്യസ്ത രീതിയിൽ തിരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കി. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.